Welcome to the YouTube channel of Vyasa Institute of Mathematics. PSC പരീക്ഷ എഴുതുന്നവർക്കും ബാങ്ക് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ആവശ്യമായ ക്വസ്റ്റ്യനുകളും അവ സോൾവ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സും ആണ് ഈ ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കൃത്യമായ എല്ലാ എപ്പിസോഡുകളും കണ്ടുകൊണ്ടിരുന്നാൽ ബാങ്ക് ടെസ്റ്റിൻ്റെയും PSC പരീക്ഷയുടെയുമുള്ള എല്ലാ ടോപ്പിക്കുകളും കൃത്യമായി കവർ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല ഒരു സ്കോർ ഈ ചാനലുകൾ കണ്ടുകൊണ്ടിരുന്നാൽ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഈ ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്യുന്നതിനുള്ള മെത്തേഡിനെ കുറിച്ചാണ്. പെർസെൻറ്റേജിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഫോർമുലകളായി ഒന്നും പഠിക്കണമെന്നില്ല. പകരം പെർസെന്റ് എന്ന വാക്കിനെ ബ്രേക്ക് ചെയ്ത് പഠിച്ചാൽ മതി. പെർസെന്റിലെ പെർ എന്ന വാക്കിന്റെ അർത്ഥം ഡിവൈഡഡ് ബൈ എന്നാണ്. പെർ എന്ന വാക്കിന്റെ അർത്ഥം ഡിവൈഡഡ് ബൈ എന്നാണ്. സെന്റ് എന്ന വാക്കിന്റെ അർത്ഥം 100 എന്നും എടുക്കാം. അപ്പോൾ പെർ സെന്റ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 100 എന്ന് അർത്ഥം. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. അപ്പോൾ പെർ സെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 100 ഇൻറ്റു. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ പെർസെന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എഴുതേണ്ടത് എ പെർ, അതായത് ഡിവൈഡഡ് ബൈ സെന്റ് 100 ഓഫ് ഇൻറ്റു എക്സ്. എങ്ങനെ വരും? എ പെർ സെന്റ് ഓഫ് എക്സ്, അതാണ് അതിന്റെ മീനിങ്. അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ 80% ഓഫ് 340 എന്ന് പറയണമെങ്കിൽ 80 പെർ ഡിവൈഡഡ് ബൈ സെന്റ് 100 ഓഫ് 340. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് 100% ഓഫ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ അർത്ഥം 100 ഡിവൈഡഡ് ബൈ 100 ഓഫ് എന്നല്ലേ? അപ്പോ ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ 1 എന്നല്ലേ അർത്ഥം? 100% ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ബൈ 1 എന്നാണ് അർത്ഥം വരിക. അപ്പോൾ 75% എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് 75 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 75 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 3/4 എന്നല്ലേ വരിക? അപ്പൊ 75% ഓഫ് സംതിങ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതിന്റെ 3/4 എടുക്കുക എന്നേ ഉള്ളൂ. 3/4 കണ്ടുപിടിക്കാൻ നല്ലത് ആ നമ്പറിന്റെ പകുതിയോടുകൂടി ആ പകുതിയുടെയും പകുതി കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 3/4 നേരിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്പർ ഏതാണോ അതിന്റെ പകുതി എടുക്കുക, എന്നിട്ട് ആ പകുതിയുടെ പകുതി എടുക്കുക. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 3/4 കിട്ടും. അതുപോലെ 50% ഓഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ 50 ഡിവൈഡ് ബൈ 100 ആകുമ്പോൾ 1/2 വരും. അപ്പൊ മൾട്ടിപ്ലൈ ബൈ 1/2, അതായത് ആ ഏതിന്റെ ആണോ 50% എടുക്കേണ്ടത് അതിന്റെ ഹാഫ് എടുക്കുക എന്നാണ് മീനിങ് വരിക. ഇനി ഇതുപോലെ 33 and 1/3% ഓഫ്, ഇത് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് പേടി വരും. പേടിക്കണ്ട, ഇതിന്റെ അർത്ഥം 1/3 എന്നേ ഉള്ളു, 3/1. 33 and 1/3% എന്ന് കണ്ടാൽ 1/3 എന്നാണ് മീനിങ്. നെക്സ്റ്റ് 25% എന്ന് പറഞ്ഞാൽ അപ്പോൾ മീനിങ് 1/4 എന്നാണ്. 25% എന്ന് പറയുമ്പോൾ മീനിങ് 1/4 എന്നാണ്. ഇതുപോലെ 10% ഓഫ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് 1/10 എന്നാണ്. 1/10 എടുക്കുക. 1/10 എടുക്കാൻ മറ്റൊന്നും ചെയ്യണ്ടല്ലോ, ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ടാൽ പോരെ. അതായത് ഇപ്പൊ 250യുടെ
10% എന്ന് പറയുമ്പോൾ 250ക്ക് ഒരു പ്ലേസ് മാറ്റി 0.25 എന്ന് എടുത്താൽ മതി. അപ്പൊ 10% കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ജസ്റ്റ് ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ 20% കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി നല്ലത് 10% എടുത്തിട്ട് അതിന്റെ ഇരട്ടി എടുക്കുന്നതല്ലേ. 20% കണ്ടുപിടിക്കാൻ 10% എടുത്തിട്ട് അതിന്റെ ഇരട്ടി എടുത്തേക്കുക, ഡബിൾ എടുത്തേക്കുക. അപ്പൊ 20% കിട്ടും. 5% കണ്ടുപിടിക്കാൻ 10%ന്റെ പകുതി എടുത്താൽ 5% കിട്ടും. 15% കണ്ടുപിടിക്കാൻ 10%നോട് കൂടി അതിന്റെ പകുതി കൂടി ആഡ് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്താൽ മനസ്സിലിട്ട് തന്നെ നമുക്ക് അഡീഷൻസ് ആയിട്ട് മാറ്റിക്കൊണ്ട് പെർസെൻറ്റേജുകളെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പെർസെൻറ്റേജിന്റെ കേസിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാൾക്ക് ഒരു എക്സാമിന് 360 മാർക്സ് കിട്ടി. 360 മാർക്സ് കിട്ടി. ടോട്ടൽ മാർക്സ് 600ലാണ് എങ്കിൽ ഇയാൾക്ക് എത്ര പെർസെന്റ് മാർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ 360 600ന്റെ എത്ര പെർസെന്റേജ് ആണ് എന്നാണ് ചോദ്യം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 360 ആണ് കിട്ടിയിരിക്കുന്നത്. കിട്ടിയിരിക്കുന്ന നമ്പർ 360, ടോട്ടൽ എന്നുള്ളത് 600 ആണ്. ടോട്ടൽ നമുക്ക് വേണമെങ്കിൽ ബേസ് എന്ന് വിളിക്കാം. ആ ബേസിന്റെ എത്ര പെർസെന്റേജ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് കിട്ടിയിരിക്കുന്ന നമ്പറിനെ ബേസ് കൊണ്ട്, അതായത് ഏതിന്റെ ആണോ പെർസെന്റേജ് ആക്കേണ്ടത്, ഏതിന്റെ പെർസെന്റേജ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അതിനെയാണ് ഞാനിവിടെ ബേസ് എന്ന് പറഞ്ഞത്. അപ്പൊ 360 ഡിവൈഡ് ബൈ 600 ഇൻറ്റു 100. അപ്പോ 100 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 600 കട്ട് ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടി. അപ്പൊ കിട്ടിയിരിക്കുന്ന മാർക്ക് 60% ആണ്. അപ്പൊ എപ്പോഴും ഏതെങ്കിലും ഒരെണ്ണം മറ്റൊരു നമ്പറിന്റെ, അതായത് എക്സ് ഈസ് വാട്ട് പെർസെന്റ് ഓഫ് എ, എക്സ് ഈസ് വാട്ട് പെർസെന്റ് ഓഫ് എ. അപ്പോ എയുടെ എത്ര പെർസെന്റേജ് എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ അല്പം പറഞ്ഞ ബേസ് എന്ന് വിളിക്കേണ്ടത് അപ്പൊ എ ആണ്. എക്സ് ആണ് കിട്ടിയ നമ്പർ. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആക്കണമെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 100. എക്സ് ഡിവൈഡ് ബൈ എ ഇൻറ്റു 100. എക്സ് എയുടെ എത്ര പെർസെന്റേജ് ആണ്. അപ്പോൾ എക്സിനെ ഡിവൈഡ് ബൈ എ ഇൻറ്റു 100 എന്നെടുക്കുമ്പോൾ പെർസെന്റേജ് കിട്ടും. ഇനി പെർസെന്റേജിന്റെ കാര്യത്തിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. അത് ഇതാണ്. A% of a number is X. A% of a number is X. Then B% equal to what? A% of a number is X. Then B% equal to what? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്പർ കണ്ടുപിടിച്ചെടുത്ത് അതിന്റെ B% കണ്ടുപിടിക്കാൻ പോകുന്നതിന് പകരം യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ എ ഫോർമുല B by A into X. A% X ആയാൽ B% എത്ര എന്ന് ചോദിച്ചാൽ B by A into X എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ 30% of a number is 270. 30% of a number is 270. Then what is 70% of that number? ഇങ്ങനെ പറഞ്ഞാൽ A% is X എങ്കിൽ B% equal to B by A into X. ഇവിടെ ഈ A% എന്നുള്ള സ്ഥാനത്ത് 30% ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 30% 270. ഇനി B% എന്ന് പറയുമ്പോൾ 70% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ B by A അതായത് 70 by 30 into X അതായത് 270. അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്യുമ്പോൾ 9 കിട്ടുമല്ലോ. അപ്പൊ 9 into 7 63. അപ്പൊ 630. നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഒരു ഫോർമുലയായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി എല്ലാം പെർസെന്റിന്റെ ഫോർമുല, പെർസെന്റിന്റെ വേർഡ് മീനിങ് പഠിക്കുക. പെർ മീൻസ് ഡിവൈഡഡ് ബൈ,
സെന്റ് മീൻസ് 100, ഓഫ് മീൻസ് ഇൻറ്റു. അപ്പോൾ പെർസെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 100 ഇൻറ്റു. പിന്നെ ഏതെങ്കിലും ഒരു നമ്പർ എത്ര പെർസെന്റ് ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഏതിന്റെ പെർസെന്റ് എന്നാണോ പറയേണ്ടത് ആ നമ്പർ ഡിവൈഡഡ് ബൈ ഇടുക, ഇൻറ്റു 100 കൊടുക്കുക. അടുത്തതായിട്ട് ഇതൊരു ഫോർമുലയായിട്ട് പഠിക്കുക. എ പെർസെന്റ് ഈക്വൽ ടു എക്സ്, ദെൻ ബി പെർസെന്റ് ഈക്വൽ ടു വാട്ട് എന്ന് ചോദിച്ചാൽ ബി ബൈ എ ഇൻറ്റു എക്സ്. എ പെർസെന്റ് ഈസ് ഈക്വൽ ടു എക്സ്, ദെൻ ബി പെർസെന്റ് ഈക്വൽ ടു ബി ബൈ എ ഇൻറ്റു എക്സ്. അതൊരു ഫോർമുലയായി പഠിച്ചു വയ്ക്കുക. ഇത്രയുമാണ് പെർസെൻറ്റേജിന്റെ ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട തിയറി പാർട്ട്. ഇനി മറ്റു ചില കാര്യം കൂടെ പറയുന്നത്, പെർസെൻറ്റേജ് ഉൾപ്പെട്ട ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഒരു സാധനത്തിന്റെ വില 580 ആണ് എന്ന് കരുതുക. ഒരു സാധനത്തിന്റെ വില 580, അതിന്റെ വില 10% കൂടെ കൂടി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഇതിന്റെ 10% കണ്ടുപിടിക്കാം. 10% എന്ന് പറയുന്നത് 58 അല്ലേ കിട്ടുക. അതുകൂടെ കൂടി എന്ന് പറയുമ്പോൾ 580യോടുകൂടി ഈ 58 കൂടി ആഡ് ചെയ്യുക. അപ്പോ 638 എന്ന് കിട്ടി. ഇങ്ങനെ 10% കൂടി എന്ന് പറയുമ്പോൾ 10% കണ്ടുപിടിച്ചിട്ട് അത് ഇതിനോട് ആഡ് ചെയ്യുക എന്ന മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യാതെ മറ്റൊരു രീതിയിലും ചെയ്യാം. ഇത് 580യുടെ 10% കൂടി എന്ന് പറയുമ്പോൾ പുതിയ ആൻസർ 110% എന്നെടുത്താൽ മതി. 10% കൂടി എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ 100നോട് ആ 10 ആഡ് ചെയ്യുക. അപ്പോൾ ഒരു 0 ഇവിടെ കട്ട് കളയാം, ഒരു 0 ഇവിടെ കട്ട് കളയാം, then 58 into 11 836 ആൻസർ കിട്ടിക്കോളും. സോ അതൊരു കോമൺ റൂൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. 10% കൂടി എന്ന് പറയുമ്പോൾ then it is 110%. 20% കൂടി എന്ന് പറയുമ്പോൾ then it is 120%. 30% കൂടി എന്ന് പറയുമ്പോൾ then it is 130%. അപ്പൊ 20% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 80% ആയി. 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 90% ആയി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. കൂടാതെ പെർസെൻറ്റേജിന്റെ കാര്യത്തിൽ സക്സസീവ് റിഡക്ഷൻ, സക്സസീവ് ഇൻക്രീസ് എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, the value of some quantity is increased by 10%, then again increased by 20%. A value is increased by 10% in the beginning, then again it is increased by 20%. രണ്ടും increasing ആണ്. Increased by 10%, then again increased by 20%. So what is the net effect of the problem? Net effect in the value. ആദ്യം 10% കൂട്ടി, പിന്നെ 20% കൂട്ടി. അപ്പൊ നെറ്റ് ഇൻക്രീസ് എത്രയാണ്? ഇത് പെട്ടെന്ന് പലർക്കും തോന്നും രണ്ടും കൂടി ആഡ് ചെയ്ത 30% ആണ് നെറ്റ് ഇൻക്രീസ് എന്ന്. അങ്ങനെയല്ല. ഇത് ചെയ്യേണ്ടത്, യു സ്റ്റാർട്ട് ബൈ ടേക്കിംഗ് ദ ബേസ് ആസ് 100 ബേസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം ഇത് 10% ഇൻക്രീസ് ചെയ്തു. 10% ഇൻക്രീസ് ചെയ്തപ്പോൾ പുതിയ വാല്യൂ 110 ആയി. 10% ഇൻക്രീസ് ചെയ്തപ്പോൾ പുതിയ വാല്യൂ 110. ഇനി 20% ഇൻക്രീസ് എന്ന് പറയുന്നത് ഇതിന്റെയാണ്, 110ന്റെയാണ് 20% ഇൻക്രീസ്. 110ന്റെ 20% എന്ന് പറയുമ്പോൾ 10% 11 ആണ്. അപ്പൊ 20% 22 ആണ്. സോ 110 പ്ലസ് 22, അപ്പോൾ 132 എന്ന് കിട്ടും. അപ്പൊ നെറ്റ് ഇവിടെ 100 തുടങ്ങിയത് ഇപ്പൊ 132 ആയി. സോ നെറ്റ് ഇൻക്രീസ് വന്നത് 32% ആണ്. അപ്പൊ സക്സസീവ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നെറ്റ് ഇൻക്രീസ് അറിയണമെങ്കിൽ അതിലുള്ള പെർസെന്റേജുകൾ തമ്മിൽ ആഡ് ചെയ്താൽ പോരാ. പകരം ഇങ്ങനെ ബേസ് 100 എടുത്ത് ഓരോ സ്റ്റേജായി പെർസെന്റേജ് കണ്ടുപിടിച്ച് നോക്കണം. എന്നിട്ട് ഫൈനൽ കിട്ടുന്ന വാല്യൂവും സ്റ്റാർട്ട് ചെയ്ത വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഇൻക്രീസ് ആയിട്ട് പറയേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഒരു സാധനത്തിന്റെ വില 30% ഇൻക്രീസ് ചെയ്തു.
30% ഇൻക്രീസ് ചെയ്തു. Then again it is increased by 20%. Then again it is increased by 10%. Originally the value increased by 30%. Then it is increased by 20%. Then again it is increased by 10%. What is the net increase? ഓർക്കുക, ഇവിടെയും ഇത് മൂന്നും കൂടി ആഡ് ചെയ്തുള്ള 30 പ്ലസ് 20 പ്ലസ് 10 ആയ 60 അല്ല നെറ്റ് ഇൻക്രീസ്. പിന്നെ ഇത് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് 100 എടുക്കുക. ആദ്യത്തെ 30% ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് 130 ആയി. ഇനി അതിന്റെ 20% ഇൻക്രീസ് ചെയ്യുമ്പോൾ 10% 13 ആണ്, അപ്പൊ 20% 26 ആണ്. സോ 26 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് 156 ആയി. ഇതിന്റെ 20% കൂടുമ്പോൾ 26 ആഡ് ചെയ്യണം, അപ്പൊ 156 ആയി. ഇനി അവിടുന്നാണ് 10% ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോടുകൂടി 10% കൂടി ഇൻക്രീസ് ചെയ്യുമ്പോൾ 15.6 കൂടെ കൂടും. 10% ഒക്കെ ആയതുകൊണ്ട് ഡയറക്റ്റ് ഇങ്ങനെ എഴുതി പോയാലും മതി. അപ്പോൾ 0.6 171.6 കിട്ടി. അപ്പോൾ 100ൽ നിന്ന് 171.6ലാണ് നിൽക്കുന്നത്. സോ ദ നെറ്റ് ഇൻക്രീസ് ഈസ് 71.6%. 71.6% ആണ് നെറ്റ് ഇൻക്രീസ്. സെയിം പാറ്റേണിൽ തന്നെയാണ് സക്സസീവ് ഡിക്രീസ് വന്നാലും ചെയ്യേണ്ടത്. അതുപോലെ ഇൻക്രീസും ഡിക്രീസും വന്നാലും ഇതേ പാറ്റേണിൽ ചെയ്താൽ മതിയാവും. പെർസെൻറ്റേജിന്റെ കേസിലുള്ള എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന ബേസിക് റൂളുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അതിനുള്ള എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ തരുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ എപ്പിസോഡുകളും കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. തുടർന്നുള്ള എപ്പിസോഡുകളിലൂടെ ബാങ്ക് ടെസ്റ്റിന് ആവശ്യമായ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ തരുന്നതാണ്. അതുകൊണ്ട് കൃത്യമായി ഈ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു വെരി മച്ച്.